ഹലോ നമസ്കാരം എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേന്ത്രപ്പഴം നെയ്യിൽ വഴറ്റി കൊടുക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല പോലെ ഭാരവും ഒപ്പം എല്ലുകൾക്ക് നല്ല ഉറപ്പും നൽകാൻ സഹായിക്കുന്ന മറ്റൊരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. റാഗി ബദാം കുറുക്ക്. പല അമ്മമാരും എന്നോട് വന്ന് സംശയം ചോദിക്കാറുണ്ട്, സിസ്റ്ററെ കുഞ്ഞിന് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കളി കൂടുതലായതുകൊണ്ട് ശരീരം ഒട്ടും വണ്ണം വയ്ക്കുന്നില്ല എന്ന്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇരിക്കാനും ഇഴയാനും ഒക്കെ തുടങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ റാഗി ബദാം കോമ്പിനേഷൻ. എന്തുകൊണ്ട് റാഗി ബദാം കുറുക്ക് നമുക്ക് കൊടുക്കാം കുട്ടിക്ക്? റാഗിയിൽ മറ്റെല്ലാ ധാന്യങ്ങളെക്കാളും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ എല്ലുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഒപ്പം ഇതിലെ അയൺ കുഞ്ഞുങ്ങൾക്ക് വിളർച്ച വരാതെ തടയുന്നു. ബദാമിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കലോറിയും കുഞ്ഞിന് തലച്ചോറിൻ്റെ വികാസത്തിനും വേഗത്തിൽ തൂക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മസിൽ വളർച്ചയ്ക്കും ശരീരപുഷ്ടിക്കും ആവശ്യമായ പ്രോട്ടീൻ ഇതിൽ നിന്ന് ധാരാളമായി കുട്ടിക്ക് ലഭിക്കും. ഇത് തയ്യാറാക്കേണ്ട കൃത്യമായ രീതി പറഞ്ഞു തരാം. ആവശ്യമുള്ള സാധനങ്ങളാണ്: റാഗിപ്പൊടി മുളപ്പിച്ച് ഉണക്കിയതാണെങ്കിൽ ഏറ്റവും ഉത്തമം, 2 വലിയ സ്പൂൺ. അടുത്തതായി വേണ്ടത് ബദാം 2 എണ്ണമാണ്. തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തൊലി കളഞ്ഞതാണ്. മൂന്നാമതായി വേണ്ടത് പശുവിൻ നെയ്യാണ്, 1/2 ടീസ്പൂൺ മതിയാകും. വെള്ളം ആവശ്യത്തിനെടുക്കാം. ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. ആദ്യം തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ബദാം അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം. ഒരു പാത്രത്തിൽ റാഗിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബദാം പേസ്റ്റ് കൂടി ചേർക്കുക. ഇനി അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. കുറുക്ക് നന്നായി വെന്ത് കട്ടിയായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് തൊട്ടു മുൻപ് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. കുഞ്ഞിന് 7 മാസം കഴിഞ്ഞ ശേഷം ഇത് നൽകി തുടങ്ങാം. ആദ്യമായി ബദാം കൊടുക്കുമ്പോൾ കുഞ്ഞിന് അലർജി ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ ആദ്യത്തെ 3 ദിവസം ചെറിയ അളവിൽ മാത്രം നൽകി നോക്കുക. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കരുത്. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ രീതിയിൽ കൽക്കണ്ടം പൊടിച്ചത് ചേർക്കാം. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഈ കുറുക്ക് കുഞ്ഞിന് കൊടുക്കണം. ഇനി കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടികൾ പറയാം. നെയ്യ് ചേർക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞിന് തൂക്കം കൂടാൻ നെയ്യ് നല്ലതാണെന്ന് കരുതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. 7-8 മാസം പ്രായമുള്ള കുഞ്ഞിന് ഒരു ദിവസം 1/2 ടീസ്പൂൺ നെയ്യ് മാത്രം മതിയാകും. നെയ്യിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുകയും ഉയർന്ന കലോറിയും ഊർജവും നൽകുകയും ചെയ്യും. എന്നാൽ അളവ് കൂടിയാൽ ഇത് കുഞ്ഞിന് വയറിളക്കത്തിന് കാരണമാകും. കുഞ്ഞിന് ആദ്യമായി നെയ്യോ പഴമോ നൽകുമ്പോൾ തുടർച്ചയായി 3 ദിവസം വളരെ ചെറിയ അളവിൽ മാത്രം നൽകി നോക്കുക. ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിന് പുതിയ ഭക്ഷണത്തോട് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. വയറിളക്കം, ചുവന്ന തടിപ്പുകൾ, ഛർദി എന്നിവ ഉണ്ടാകുന്നില്ലെങ്കിൽ ധൈര്യമായി കൊടുക്കാം. നേന്ത്രപ്പഴവും നെയ്യും കൊടുത്തു തുടങ്ങുമ്പോൾ ചില കുട്ടികളിൽ ചെറിയ മലബന്ധം കാണാറുണ്ട്. ഇത് ഒഴിവാക്കാൻ കുറുക്ക് കൊടുത്തതിന് ശേഷം അല്പം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിപ്പിക്കാൻ നോക്കുക. പഴം നന്നായി പഴുത്തതാണെന്ന് ഉറപ്പ് വരുത്തണം. പകുതി പഴുത്ത പഴം മലബന്ധം കൂട്ടും. നേന്ത്രപ്പഴം നെയ്യ് കൂട്ട് എപ്പോഴും പകൽ സമയങ്ങളിൽ, അതായത് ഉച്ചയ്ക്കോ രാവിലെയോ നൽകാൻ ശ്രദ്ധിക്കണം. കലോറി കൂടിയ ഭക്ഷണമായതുകൊണ്ട് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. രാത്രിയിൽ ഇത് നൽകിയാൽ കുഞ്ഞിന് ഗ്യാസ് വരാനും വയറുവേദന കാരണം കുഞ്ഞിൻ്റെ ഉറക്കം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ അത്രമേൽ ഫലപ്രദവുമായ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യമെന്ന് പറയുന്നത് അവരുടെ തടിയോ കവിളോ മാത്രമല്ല, ഓരോ കുട്ടിയുടെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും വ്യത്യസ്തമായിരിക്കും. മറ്റുള്ള കുട്ടികളുമായി നിങ്ങളുടെ കുഞ്ഞിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കുഞ്ഞ് ആക്റ്റീവായി ഇരിക്കുകയും മൂത്രമൊഴിക്കുകയും ചിരിച്ചു കളിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഭക്ഷണം എപ്പോഴും കുഞ്ഞിന് ഒരു ഭാരമാകാതെ സന്തോഷത്തോടെ കഴിപ്പിക്കാൻ അവർക്ക് സമയം നൽകുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു.
എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.